പക്ഷേ എം ലിജു നേരത്തെ ഇവിടെ ഗോപാലകൃഷ്ണൻ ഉന്നയിച്ചൊരു ആരോപണം താങ്കൾ ശ്രദ്ധിച്ചാണ് ജോർജ് സോറോസിന്റെ പൈസ ഇന്റർനാഷണൽ കോൺസ്പിറസി ഇതൊക്കെ കൊണ്ടാണ് 400 പാർ പോയിട്ട് 300 പാർ പോലും ഇല്ലാതിരുന്നത്, ഞങ്ങൾ 238 പോയതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അഭിലാഷ് തന്നെ അതിനൊരു മറുപടി കൊടുത്തിരുന്നു. എത്ര നുണപ്രചാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളെ ഇവർ വിലക്കെടുത്തു. എന്നിട്ട് കൂടാതെ ഹിഡൻബർഗ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ കുറ്റവാളിയായി അല്ലെങ്കിൽ കുറ്റപ്പെടുത്തിയിരിക്കുന്ന അദാനിയെ പോലെയുള്ള വൻകിട കോർപ്പറേറ്റുകൾ വളർത്തി അവരുടെ പണം വാങ്ങി. കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ട്, ഞങ്ങൾ സാധാരണക്കാരിൽ നിന്ന് പിരിച്ചെടുത്ത ബാങ്ക് അക്കൗണ്ട് സ്വതം ഇവർ ഫ്രീസ് ചെയ്തു. സകലമാന കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ വീടുകൾ റെയ്ഡ് ചെയ്തു. മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെയും CBI കേസിലോ ED കേസിലോ പെടുത്തി. ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ DK ശിവകുമാറിനെ പോലെ ആളുകളെ, സിദ്ധരാമയ്യെ പോലുള്ള ആളുകളെ, രേവന്ത് റെഡ്ഡി, ഈ ആളുകളെ മുഴുവൻ ഇവർ ഫ്രീസ് ചെയ്തു. അവരുടെ എല്ലാം വീടുകളിൽ റെയ്ഡ്. അപ്പം ഞങ്ങൾക്ക് ഇത്തവണ പണം ഉണ്ടായിരുന്നില്ല തെരഞ്ഞെടുപ്പിന്. ജോർജ് സോറസിൻ്റെ പണം പോയിട്ട് ഏതെങ്കിലും ഒരു ഏജൻസി ഇതുകൊണ്ട് പണം തന്നു കഴിഞ്ഞാൽ ഈ പണത്തിൻ്റെ ഒരു തൊട്ടുപണം കൈക്കലാക്കുന്ന ആളുകളെ ഇവർ ജയിലിലാക്കില്ലായിരുന്നു. ഇവരത്തരത്തിൽ പലരും ജയിലിലാക്കാൻ ശ്രമിച്ചു. കോടതികൾ, സുപ്രീം കോടതിയിലൊക്കെ അവശേഷിച്ചിരിക്കുന്ന നീതിയുടെ നന്മ ഇക്കാര്യങ്ങൾക്ക് തടയിട്ടു. അല്ലെങ്കിൽ എത്ര പത്രാധിപന്മാരെ ഇവർ ജയിലിലടച്ച് കൊന്നുള്ള ഞാൻ. അപ്പോൾ ഇതൊക്കെ ഒരു ആരോപണങ്ങൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ വിദേശ ഫണ്ടിങ്ങും എല്ലാ തരത്തിലുള്ള സാമ്പത്തിക ശക്തിയിലുള്ള പിന്തുണ ഇവർക്കായിരുന്നു. ഇവരെന്നും ഈ രാജ്യം ഭരിക്കും എന്നുള്ള ഇവർ പലർത്തിയ ഒരു ധാരണയുണ്ട്. ആ ധാരണയിൽ സ്വാധീനിക്കപ്പെട്ട് മാധ്യമങ്ങൾ, എനിക്ക് ഒരു പരിധിവരെ പലപ്പോഴും ജുഡീഷ്യറി, ഇലക്ഷൻ കമ്മീഷൻ, അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളുടെ തലപ്പത്തിരിക്കുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ, ഇവരെല്ലാം ഇവർക്ക് വേണ്ടി പാദസേവ ചെയ്തു. ഞാനങ്ങനെ പാദസേവ എന്ന് പറയുന്നൊരു പദം കുറഞ്ഞുപോയെന്നാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത്. ഇവർ പറയുന്ന അനുസരിച്ച് നീതി ഇത് ചെയ്തു. അപ്പോഴെങ്കിലും ഒരു പ്രതീക്ഷയുടെ ഒരു കൈത്തിരിയായിരുന്നത് പലപ്പോഴും ജുഡീഷ്യറിയാണ്. സുപ്രീം കോടതിയാണ് പലപ്പോഴും ഒരു പ്രതീക്ഷയുടെ തിരുനാളമായി നിന്ന് നീതിയെ പുനഃസ്ഥാപിച്ചത്. ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും രാഹുൽ ഗാന്ധി അയോഗ്യനാക്കുന്ന പ്രശ്നങ്ങളിലും. കാരണം ഒന്നും ഇവർക്ക് പൂർണ്ണമായി അവിടെ പിടിമുറുക്കാൻ സാധിക്കാഞ്ഞതുകൊണ്ട് ഇന്ത്യൻ ജനതയുടെ മനസ്സുകളെയും ഇന്ത്യൻ ജനതയിലും പിടിമുറുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. ഞങ്ങൾ ശൂന്യതയിൽ നിന്നാണ് കടന്നു വന്നത്. ശൂന്യതയിൽ നിന്നും ഒന്നുമില്ലായ്മയിൽ നിന്നും ജനങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് കോൺഗ്രസും സഖ്യകക്ഷികളും ഈ തരത്തിൽ മുന്നോട്ട് കടന്നു വന്നത്. ഇവർ പ്രതീക്ഷിക്കുന്നത് പോലെ സർക്കാർ രൂപീകരണമൊന്നും അത്ര എളുപ്പമാവുമെന്ന് കരുതണ്ട. നിങ്ങളോടൊപ്പം നിൽക്കുന്ന, നിങ്ങളെ ഭയപ്പെട്ട് നിൽക്കുന്ന നിരവധി കക്ഷികളുണ്ട്. നിങ്ങളെന്നും ഈ രാജ്യം ഭരിച്ചേക്കുമെന്ന് നിങ്ങൾ സൃഷ്ടിച്ചൊരു പ്രതീതിയിൽ സ്വാധീനിക്കപ്പെട്ടവർ, അവരൊക്കെ വരും ദിവസങ്ങളിൽ എവിടെ നിൽക്കുമെന്നത് നമുക്ക് കണ്ടറിയാം. ഇവരെത്ര ആളുകളെ അപമാനിക്കാൻ ശ്രമിച്ചു. രാഹുൽ ഗാന്ധിയെപ്പോലെ പീഡനമേറ്റുവാങ്ങപ്പെട്ട ഒരു നേതാവ് ഇന്ത്യൻ ചരിത്രത്തിലുണ്ടായിട്ടുണ്ടോ? എത്ര ഉന്നത വിദ്യാഭ്യാസമുള്ള, ഉയർന്ന ബൗദ്ധിക ചിന്തയുള്ള, കഠിനാധ്വാനത്തിൻ്റെ മനസ്സുള്ള, ഈ രാജ്യം മുഴുവൻ നടന്ന് സഞ്ചരിക്കാൻ മനസ്സുള്ള, ലോകത്തെ ഏത് വേദിയിലും ലോക നേതാക്കന്മാർക്കൊപ്പം സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തെ ഇവർ പപ്പുവാക്കി ചിത്രീകരിച്ചു. യഥാർത്ഥ പപ്പു ആരാ? വിദേശ രാജ്യങ്ങളിൽ പോയാൽ ടെലിപ്രോംപ്റ്ററില്ലാതെ സംസാരിക്കാൻ കഴിയാത്ത ആളുകൾ. സംസാരിച്ചു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയെ പോലും സിനിമ വന്നതിന് ശേഷമാണ് ഗാന്ധിയെ രാജ്യം മറിഞ്ഞതെന്ന് പറയുന്ന ആളുകൾ. ഞാൻ ജൈവികമായി ജനിച്ചതല്ല, ദൈവികമായി ജനിച്ചാണെന്ന് കരുതി സ്വയം ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഐ ആം ദ ഗോഡ് എന്ന് ചിത്രീകരിക്കുന്ന മെഗലോമാനിയ പിടിപ്പെട്ട അധികാര പ്രബുദ്ധന്മാർ, അവരൊക്കെയല്ലേ യഥാർത്ഥ പപ്പുകൾ. പക്ഷെ നിങ്ങൾ അദ്ദേഹത്തെ അങ്ങനെ ചിത്രീകരിക്കാൻ ശ്രമിച്ചു. അതിനെല്ലാം തൂത്തെറിഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് കടന്നു വരുന്നത്, ഇന്ത്യ മുന്നണി കടന്നു വരുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ടല്ലോ, ഇപ്പോൾ ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണി വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു റിസൾട്ട് ഉണ്ട്. കർണാടകത്തിൽ കോൺഗ്രസിന് എന്ത് പറ്റി? അവിടെ പണമുണ്ട്, സംവിധാനമുണ്ട്, സർക്കാരുണ്ട്. അവിടെ ഉജ്ജ്വലമായ വിജയമല്ലേ ജനം കോൺഗ്രസിന് നൽകിയത്? അവിടെ എന്ത് പറ്റിയെന്നതാണ് ലിജുവിൻ്റെ ഒരു കാഴ്ചപ്പാട്, വിലയിരുത്തൽ. അവിടെ ഈ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ലീഡ് പിടിക്കാൻ പറ്റിയില്ല? അത് പലപ്പോഴും നമുക്കറിയാം, പല ഘടകങ്ങളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ഒക്കെ സ്വാധീനിക്കുന്നത്. പല ഘടകങ്ങളാണ്. ദക്ഷിണേന്ത്യയിലെ ഒരു ഹിന്ദുത്വ കേന്ദ്രമായിരുന്നു, ഒരു ഹിന്ദു RSS ഐഡിയോളജി ഒരു കേന്ദ്രമായിരുന്നു പണ്ടേ കർണാടക. നമുക്കറിയാം, ദക്ഷിണേന്ത്യ ആദ്യമായി BJP അധികാരത്തിൽ വന്ന സ്ഥലമാണ്, അവർക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശമാണ്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് അവരെ പരാജയപ്പെടുത്തി. ഒരു ഗവൺമെൻറ് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തു. ഞങ്ങൾ കൂടുതൽ സീറ്റാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ തിരിച്ചടി ഉണ്ടായി. അത് പലപ്പോഴും തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാകുമല്ലോ. നമുക്കറിയാം, അത് പഠന വിഷയമാക്കേണ്ട കാര്യം. എന്തുകൊണ്ടാണ് കർണാടകത്തിൽ തിരിച്ചടി ഉണ്ടായത്? നിയമസഭയിലുണ്ടായ വിജയം എന്തുകൊണ്ട് ലോക്സഭയിൽ ഉണ്ടായില്ല? ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാർട്ടി പ്രവർത്തനം ഒരു ആത്മവിമർശനപരമായി ചിന്തിച്ചാൽ പറഞ്ഞ കേട്ടൊരു കാര്യം, പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം നിയമസഭയിൽ മത്സരിച്ച് മന്ത്രിമാരായി. കർണാടകത്തിലെ ഹെവി വെയ്റ്റ്സ് എല്ലാം ആരും ലോക്സഭയിലില്ല, മത്സരിക്കുന്നില്ല. എല്ലാവരും നിയമസഭയിലെ മത്സരിച്ച് മന്ത്രിമാരായിരിക്കുകയാണ്.
ഇപ്പം മത്സരിച്ച എല്ലാം മന്ത്രിമാരുടെ മക്കളാണ്, നേതാക്കന്മാരുടെ മക്കളാണ് മത്സരരംഗത്ത് ബഹുഭൂരിപക്ഷം കടന്നു വന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അത്തരം കാര്യങ്ങളൊക്കെ ജനം കണക്കിലെടുത്തിട്ടുണ്ടാകാം. അത്തരം അവർ നോക്കുമ്പോൾ ബി ജെ പിയുടെ എല്ലാ പ്രമുഖരും വലിയ ഹെവി വെയ്റ്റ്സ് ലോക്സഭയിൽ മത്സരിക്കുന്നു, കോൺഗ്രസിൻ്റെ പ്രധാന നേതാക്കന്മാരെല്ലാം നിയമസഭയിലാണ്. ചിലപ്പോൾ അതൊക്കെ വ്യക്തിപ്രഭാവങ്ങൾ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടാകാം. പഠന വിഷയമാക്കേണ്ടതാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിട്ടേ ഉള്ളൂ, നമുക്കറിയാൻ സാധിക്കില്ല. നിരവധി നേതാക്കന്മാരുടെ കഠിനാധ്വാനം, ഞാൻ എല്ലാ ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികളെക്കുറിച്ച് ഞാൻ ആലോചിക്കണം. അവരെല്ലാം ത്യജിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഒരു എല്ലാവരും അക്കോമഡേറ്റ് ചെയ്തൊരു സിസ്റ്റമാണ് മുന്നോട്ട് പോയത്. മലയാളികൾക്ക് കെ സി വേണുഗോപാലിനെ പോയിട്ട് നേതാവ് അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്നത് അഭിമാനിക്കാവുന്നൊരു നേട്ടമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അപമാനത്തിൻ്റെ ചാരത്തിൽ നിന്നാണ്, അപമാനത്തിൻ്റെ പടുകുഴിയിൽ നിന്നാണ് ശ്രീ രാഹുൽ ഗാന്ധി ഈ ഒരു മുന്നണിയെ അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ